ഹായ്. മോഹൻലാലിന്റെ പുതിയൊരു സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ തീർച്ചയായും മലയാളികളായിട്ടുള്ള നമ്മളെ പോലുള്ള എല്ലാവർക്കും വലിയ സന്തോഷമാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇന്നലെ അത് ഇരട്ടി മധുരമായി എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള കാരണം മലയാളി പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ച മോഹൻലാൽ, ദിലീഷ് പോത്തൻ ഈ ടീം ഒന്നിക്കണം എന്നുള്ളത് മലയാളികൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഇന്നലെ ആ വാർത്ത വന്നു. ദിലീഷ് പോത്തൻ, മോഹൻലാൽ ഒന്നിക്കുന്നു എന്നുള്ള വാർത്ത. സിനിമയുടെ പേര് നെടുങ്കണ്ടം മിറാക്കിൾ. ദിലീഷ് പോത്തൻ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഒരു സിനിമ, ആ സിനിമയിൽ മോഹൻലാൽ നായകനാവുന്നു എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും, അതായത് മോഹൻലാൽ, ദിലീഷ് പോത്തൻ പടം എന്നതിനപ്പുറം ഇതിന്റെ പിന്നണിയിലുള്ള എല്ലാവരും തന്നെ കഴിവുള്ള ആൾക്കാരാണ്. ഇതിന്റെ പ്രൊഡ്യൂസർ അച്ചു ബേബി ജോൺ ആണ്. കഥ ശ്യാം പുഷ്കരൻ, പോൾസൺ സക്കറിയ. സിനിമോട്ടോഗ്രാഫി ഷൈജു ഖാലിദാണ്. മ്യൂസിക് സുഷിൻ ശ്യാം. ഈ സിനിമയുടെ എഡിറ്റർ ഷൈജു ശ്രീധരൻ. കലാസംവിധാനം അജയൻ ചാലിശ്ശേരി. ഇദ്ദേഹം എന്റെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് പഴശ്ശിരാജയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. തീർച്ചയായും ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾക്കറിയാം ദിലീഷ് പോത്തൻ എന്ന സംവിധായകനെ കുറിച്ച്. അദ്ദേഹം മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായും മോഹൻലാൽ എന്ന നടനെയും അദ്ദേഹത്തിന്റെ സ്റ്റാർഡത്തെയും ഈ സിനിമയിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾക്കറിയാം. തീർച്ചയായും അത്തരം സിനിമകളാണ് നമ്മൾക്ക് വേണ്ടത്. മോഹൻലാലിന്റെ സ്റ്റാർഡത്തെ മാത്രം വെച്ച് സിനിമ ചെയ്തു കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് നിരാശ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിലെ നടനെ മാത്രം ഉപയോഗിച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ അത് വലിയ വിജയത്തിലേക്ക് പോവാറുമില്ല. ഇവിടെ നമ്മൾക്ക് ആവശ്യം അദ്ദേഹത്തിന്റെ അഭിനയം, അതുപോലെ അദ്ദേഹത്തിന്റെ സ്റ്റാർഡം, ഇത് രണ്ടും ഉപയോഗിക്കണം, അതും മികച്ച രീതിയിൽ. അത്തരം സിനിമകളെ പ്രേക്ഷകർ ഒരിക്കലും കൈയൊഴിയില്ല, ഇരു കൈയും നീട്ടി സ്വീകരിക്കും. ഇപ്പോൾ തുടരും എന്ന സിനിമ, അതിൽ മോഹൻലാൽ എന്ന നടനെയും സ്റ്റാറിനെയും കാണാം. അതായത് അത്തരം സിനിമകൾ വരുമ്പോൾ പ്രേക്ഷകർ ആ സിനിമയെ മലയാള സിനിമയുടെ നിറകിൽ കൊണ്ടെത്തിക്കും. തീർച്ചയായും അത്തരത്തിൽപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഈ പറയുന്ന നെടുങ്കണ്ടം മിറാക്കിൾ. മോഹൻലാലിന്റെ ഇനി വരാനിരിക്കുന്ന ഓരോ സിനിമകളും പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണ് ഉണ്ടാക്കുന്നത്. അതായത് വലിയ വിജയം നേടും എന്ന് ഉറപ്പുള്ള സിനിമകളാണ് മോഹൻലാലിൻ്റെതായിട്ട് ഇനി വരാനുള്ളത്. ഇനി മോഹൻലാൽ നായകനായി വരാനിരിക്കുന്ന അതിമനോഹരം എന്ന സിനിമ, ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന നെടുങ്കണ്ടം മിറാക്കിൾ, പിന്നെയും ഒരുപാട് സിനിമകൾ. ആ ലിസ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾക്കറിയാം ഈ സിനിമകളെല്ലാം വലിയ വിജയമായി മാറും എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിലാണ് ഇപ്പോൾ മോഹൻലാൽ കഥകൾ സെലക്ട് ചെയ്യുന്നത്. തീർച്ചയായും മലയാളി പ്രേക്ഷകർ, അതായത് മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും ആഗ്രഹിച്ച ഒരു കാര്യമാണ് ദിലീഷ് പോത്തൻ മോഹൻലാൽ ടീം. അത് ഇപ്പോൾ സംഭവിക്കുന്നു. അതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ. തീർച്ചയായും സിനിമ മികച്ചതായി വരട്ടെ. നല്ല രീതിയിൽ സിനിമയെ എടുത്തു വയ്ക്കാൻ ദിലീഷ് പോത്തിന് സാധിക്കട്ടെ. 2027 നമ്മൾക്ക് മുന്നിലേക്ക് നെടുങ്കണ്ടം മിറാക്കിൾ ഗംഭീരമായി വരട്ടെ. നമ്മളത് ഇരു കൈയും നീട്ടി സ്വീകരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.